നമസ്കാരം രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ പനീർ ബട്ടർ മസാലയൊക്കെ എല്ലായിടത്തും കേട്ടിട്ടുണ്ട്, റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ കഴിച്ച് നമ്മൾ വീട്ടിലും ഉണ്ടാക്കാറുണ്ട്. അതുപോലെ നമുക്ക് പൊട്ടറ്റോ വെച്ചിട്ടും ചെയ്യാം. പെട്ടെന്ന് പനീറൊന്നും ഇല്ലെങ്കിൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനും, അതായത് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ആയാലും നല്ലൊരു കറിയാണ്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് ആദ്യം നോക്കാം. ഇത് പൊട്ടറ്റോ ആണ്. ഉരുളക്കിഴങ്ങ് 3 എണ്ണം, മീഡിയം സൈസുള്ള 3 എണ്ണം. ഇത് ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചു. ഇത് 2 വലിയ ടൊമാറ്റോ നമ്മൾ പ്യൂരി ചെയ്ത് എടുത്തതാണ്, അതായത് വേവിച്ച് മിക്സിയിൽ നല്ലപോലെ അരച്ചെടുത്തതാണ്, വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുത്തതാണ്. പിന്നെ ഒരു സവാള വേണം. ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു. പിന്നെ നമ്മൾ ഒരു 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തു. അതുപോലെ തന്നെ 2 പച്ചമുളകും എടുത്തു, ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചു. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. പിന്നെ ഇതിൻ്റെ കൂടെ ചെറിയ മസാലകളൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പൊട്ടറ്റോ ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഡീപ്പ് ഫ്രൈ അല്ല, കുറച്ച് ഓയിലെടുത്ത് ഒഴിച്ചിട്ട് 2 പുറവും അങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ. നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പം ഇതാ പൊട്ടറ്റോ ഫ്രൈ ആയിട്ടുണ്ട്, കണ്ടോ ശബ്ദം വരുന്നുണ്ട്. അപ്പം ഒരുപാട് ഫ്രൈ ആവാതെ എടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുന്ന അതുപോലെ ഒരു വേവിച്ച ആ ഒരു ഇതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയെങ്കിലും ഫ്രൈ ആയിട്ട് എടുക്കാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഇനി ഇത് ഒരു വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് പൊട്ടറ്റോ മാറ്റി വെച്ചു. എന്നിട്ട് ബാക്കിയുള്ള ഓയിലെല്ലാം ആവശ്യമില്ല. അപ്പം നമ്മൾ ഇനി ചെയ്യുന്ന കാര്യങ്ങൾ ബട്ടറിലാണ് ചെയ്യുന്നത്. ഞാൻ കുറച്ച് ബാക്കി ഉണ്ടായിരുന്ന ഓയിൽ മാറ്റി കേട്ടോ. എന്നിട്ട് അതേ പാനിലേക്ക് നമ്മളിനി ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. ബട്ടർ ക്യൂബാക്കി വെച്ചതായിരുന്നു, അപ്പോൾ അതൊരു 2 ക്യൂബ് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് മൂത്ത മണം വരും. ആ സമയത്ത് നമ്മൾ വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും കൂടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ഇടാം. ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സവാള അരിഞ്ഞു വെച്ചിടുകയാണ്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാള നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് അരച്ചു വെച്ച ടൊമാറ്റോ പ്യൂരി ചേർക്കുകയാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ആ തക്കാളിയിലെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇതിൻ്റെ കൂടെ സവാളയുടെ കൂടെ ചേർന്ന് വരണം. തക്കാളിയുടെ ആ ഒരു വെള്ളമൊക്കെ വറ്റി ഇതങ്ങനെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഗ്രേവി ആവശ്യമാണല്ലോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. നമുക്ക് എത്രയാണ് ഗ്രേവി വേണ്ട അത് നോക്കിയിട്ട് ആവശ്യത്തിന് ഒഴിക്കാം. അപ്പോൾ നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ചൂടായിട്ട് വരണം. അല്ല, ഈ ഒരു സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പൊട്ടറ്റോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഒരു 3/4 ടീസ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രഷ് ക്രീം ചേർക്കാം. ഒരു 1/2 കപ്പോളം ചേർക്കുന്നുണ്ട്.
നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പ് നോക്കാം, ആവശ്യത്തിന് ഇട്ടതാണ്. ഈ കുറവാൻ തോന്നുവാണെങ്കിൽ ഇപ്പം ഇട്ട് കൊടുത്താൽ മതി. ഫ്രഷ് ക്രീം ഒഴിച്ചൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇനി ഇതിൽ നമ്മൾ കസൂരി മേത്തി ചേർക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ. അപ്പോൾ ഇത് ചേർക്കുന്ന സമയത്ത് കൈ ഒന്നിങ്ങനെ പൊടിക്കുക, എന്നിട്ടാണ് ചേർക്കേണ്ടത്. ഇതോടെ നമ്മുടെ പൊട്ടറ്റോ ബട്ടർ മസാല റെഡിയായി. അപ്പം മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പം എൻ്റെ അടുത്ത് കറിവേപ്പില ഉള്ളൂ, അപ്പം അതുകൊണ്ട് ഞാൻ കറിവേപ്പില ഇടുന്നില്ല. അപ്പം ഇതാ എന്തായാലും റെഡി ആയിട്ട് ഇനി നമുക്ക് സർവിംഗ് ഡിഷിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ പൊട്ടറ്റോ ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഒരു സമയമാണ് ആവശ്യം. ഇനിയിപ്പോൾ നമുക്ക് ഓവനിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം, ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഫ്രഷ് ക്രീമും കസൂരി മേത്തി എല്ലാം കൂടെ ചേരുന്നതുകൊണ്ട് തന്നെ ഒരു അടിപൊളി ടേസ്റ്റുമാണ്. നമുക്ക് ചപ്പാത്തിക്കായാലും അതുപോലെ പൊറോട്ട ഒക്കത്തിനും പറ്റിയൊരു ഇതാണ്. നമ്മൾ ഗീ റൈസും ജീര റൈസും ഒക്കെ ഉണ്ടാക്കുമ്പോഴേ പറ്റിയതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയി കാണാം. അതുവരെ ബൈ.